ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അനു വ്ലോഗ് 82 ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ നേരത്തെ പല വീഡിയോകളിലും സൂചിപ്പിച്ചതുപോലെ സൈറോ ക്ലബിൻ്റെ ഇൻറ്റേർണൽ മാച്ചസ് ഒക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞു. അതിൻ്റെ ഒരു അവാർഡ് സെറമണി ഇന്ന് 3 മണി മുതൽ രാത്രി 7 മണി വരെ, ഇപ്പം 3 മണി മുതൽ രാത്രി 7 മണി വരെ ജുഫേറിലുള്ള അൽ നജ്മ ക്ലബ്ബിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇൻഡോറിൽ വെച്ചിട്ടാണ് അവാർഡ് സെറമണി നടക്കുന്നത്. ഔട്ട്ഡോറിൽ വെച്ചിട്ടും സീനിയേഴ്സിൻ്റെ ഫുട്ബോൾ മാച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. 2 മണി മുതൽ 3 മണി വരെ, അല്ലെങ്കിൽ 3:30 വരെ ആ ടൈമിൽ ഫുട്ബോൾ മാച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ മാച്ചുകളൊന്നും എടുക്കാനുള്ള ടൈം എനിക്കില്ല. ഞങ്ങളിപ്പോൾ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 3:10 ഇപ്പോൾ 3 മണി മുതലാണ് അവിടുത്തെ ഇൻഡോർ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ഇന്ന് കളിച്ച അവർക്ക് ഊറയിലും ഉമ്മൻലസത്തും ജുഫേറിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ബ്രാഞ്ചുകളുണ്ട്. ആ ബ്രാഞ്ചുകളെ അവിടെയൊക്കെ പഠിക്കുന്ന ട്രെയിനിങ്ങിന് പഠിക്കുന്ന കുട്ടികളെ വെച്ചിട്ട് അവർ ഫുട്ബോൾ മാച്ചുകൾ ഏജ് വൈസ് സെഗ്രിഗേഷൻ ചെയ്തുകൊണ്ട് ഫുട്ബോൾ മാച്ചുകളൊക്കെ നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു അവാർഡ് സെറമണിയാണ് ഇപ്പം അൽ നജ്മ ക്ലബ്ബിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ആ അവാർഡ് സെറമണിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്നും അറിയത്തില്ല. ഒരുപാട് പേരൻസും ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ പബ്ലിക്കൊക്കെ വരുന്ന വലിയൊരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും കോപ്പ സൈറയുടെ മാച്ചുകളെല്ലാം കംപ്ലീറ്റായി. അപ്പോൾ അതിൻ്റെ അവാർഡ് സെറമണിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആ അവാർഡ് സെറമണിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് തന്നെ കോപ്പ സൈറ അവാർഡ് സെറമണിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മളെ ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. മാക്സിമം മാറ്റാവുന്ന കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ഞങ്ങളൊന്നൊരു പ്രൊഫഷണൽ വ്ളോഗേഴ്സോ കാര്യങ്ങളൊന്നുമല്ല, ചെയ്തു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊരു പാഷനായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ബഹറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്ളോഗിങ് ഒക്കെ ഒരു എന്താണ് നമ്മളെ ജോലി സംബന്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ടൈം വേണം. അപ്പം ആ എഡിറ്റിങ്ങിന് ടൈം വേണം, വീഡിയോ എടുക്കാനുള്ള ടൈം വേണം, വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ടൈം വേണം. അങ്ങനെ ടൈമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു സമയപരിധിക്കുള്ളിൽ വെച്ചിട്ട് എൻ്റെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് ഞാൻ എടുക്കാവുന്ന സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും കുറവുകളോ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിപ്പിക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഈ കോപ്പ സൈറയുടെ അവാർഡ് സെറമണിയിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അനു വ്ലോഗ് 82 സ്വാഗതം. ഞങ്ങളങ്ങനെ ഉച്ച കഴിഞ്ഞൊരു 3:15 ആയപ്പോഴത്തേക്ക് ഉമ്മലസത്ത് നേരെ ജുഫേറിലേക്ക് തിരിച്ചു. ജുഫേറിലുള്ള അൽ നജ്മ ക്ലബ്ബിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഇൻഡോറും ഔട്ട്ഡോറുമായിട്ടാണ് ഈ പ്രോഗ്രാം അവർ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻഡോറിൽ വന്നിട്ട് ഈ അവാർഡ് സെറമണിയും ഔട്ട്ഡോറിൽ വന്നിട്ട് ഈ കുട്ടികളുടെ അണ്ടർ 13 അണ്ടർ 18 അണ്ടർ 15 തമ്മിലുള്ള കുട്ടികളുടെ മത്സരങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് 1-2 മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ റിഫേല ബ്രാഞ്ചിലെ കുട്ടികളും അതുപോലെ തന്നെ ഉമ്മലസം ബ്രാഞ്ചിലെ കുട്ടികളും ഊറ ബ്രാഞ്ചിലെ കുട്ടികളും പിന്നെ ജുഫേർ ബ്രാഞ്ചിലെ കുട്ടികളും അവരെ പേരൻസിനൊക്കെ ഒരേ ടൈമിലാണ് ഈ ഒരു ഗ്രൗണ്ടിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും 4 ബ്രാഞ്ചിലെ കുട്ടികൾക്കും ഇന്നാണ് അവിടെ വെച്ചിട്ടാണ് അവാർഡ് സെറമണി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ പേരൻസും കുട്ടികളും കാറുകളൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുപാട് ക്രൗഡായി. അപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷം നേരെ ഈ ഔട്ട്ഡോർ ഗെയിംസ് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ചെന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് ഊറ ബ്രാഞ്ചിലെ കുട്ടികളും അതുപോലെ തന്നെ ഉമ്മലസം ബ്രാഞ്ചിലെ കുട്ടികളും തമ്മിലുള്ള മത്സരമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിന് മുന്നേ 1-2 മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. അതിൽ ആരൊക്കെ വിജയിച്ചെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഒരു മത്സരത്തിൽ ഊറ ബ്രാഞ്ചിലെ കുട്ടികളും അതുപോലെ തന്നെ ഉമ്മലസം ബ്രാഞ്ചിലെ കുട്ടികളും തമ്മിലുള്ള മത്സരത്തിൽ അണ്ടർ 13 മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മത്സരത്തിൽ 2 പേർക്കും ഗോളൊന്നും നേടുവാൻ കഴിഞ്ഞില്ല. പിന്നെ കോച്ച് അതിൻ്റെ റെഫറി ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പെനാൽറ്റി ഷൂട്ടൗട്ട് കാണാം.
അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ട് കഴിഞ്ഞതിൽ ഊറ ബ്രാഞ്ച് ഉമ്മലസം ബ്രാഞ്ചിനെതിരെ ഒരു ഗോൾ ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഊറ ബ്രാഞ്ചാണ് ഈ ഒരു മത്സരത്തിൽ അണ്ടർ 13 മത്സരത്തിൽ വിജയികളായത്. അപ്പോൾ ഈ ഒരു മത്സരം, ഈ ഔട്ട്ഡോർ മത്സരം മത്സരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഈ അവസാനത്തെ മത്സരമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒരു മത്സരത്തിൽ ഊറ ബ്രാഞ്ച് ഉമ്മലസം ബ്രാഞ്ചിനെതിരെ ഒരു ഗോൾ ലീഡ് ചെയ്തു. അങ്ങനെ ഈ മത്സരം ഊറ ബ്രാഞ്ച് നേടുകയുണ്ടായി. അങ്ങനെ ഈ ഒരു മത്സരം കഴിഞ്ഞതോടുകൂടി അവിടെ റഫറി അനൗൺസ് ചെയ്യുകയുണ്ടായി, അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റേഴ്സൊക്കെ അനൗൺസ് ചെയ്യുകയുണ്ടായി, ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു, നീ എല്ലാവരും ഇൻഡോർ ഹാളിലേക്ക് പോകേണ്ടതാണ്. അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ രജിസ്ട്രേഷൻ ചെയ്യുക. ഓരോ കൗണ്ടർ വെച്ചിട്ടുണ്ട്. ഉമ്മലസം ബ്രാഞ്ചിനും അതുപോലെ തന്നെ റിഫ ബ്രാഞ്ചിനും ജുഫേർ ബ്രാഞ്ചിനും ഊറ ബ്രാഞ്ചിനും ഓരോ കൗണ്ടറുകൾ വെച്ചിട്ടുണ്ട്. ആ കൗണ്ടറുകളിൽ ഈ നമ്മുടെ കുട്ടികളെല്ലാം, ഈ വന്നിരിക്കുന്ന കുട്ടികളെല്ലാം, ട്രെയിനിങ്ങിന് പോകുന്ന കുട്ടികളെല്ലാം അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക് അവർക്ക് ഓരോ ഇരിപ്പിടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഊറ ബ്രാഞ്ചിന് സെപ്പറേറ്റ് ഇരിപ്പിടവും ജുഫേർ ബ്രാഞ്ചിന് സെപ്പറേറ്റ് ഇരിപ്പിടവും റിഫ ബ്രാഞ്ചിന് സെപ്പറേറ്റ് ഇരിപ്പിടവും ഉമ്മലസം ബ്രാഞ്ചിന് സെപ്പറേറ്റ് ഇരിപ്പിടങ്ങളാണ് അവർ സജ്ജമാക്കിയിരിക്കുന്നത്. പേരൻസിന് എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇൻഡോർ ഗെയിംസ് നടക്കുന്ന, അല്ലെങ്കിൽ ഇൻഡോർ ഈ അവാർഡ് സെറിമണി നടക്കുന്ന ഹാളിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. നല്ലൊരു ക്രൗഡാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 4 ബ്രാഞ്ചിലെ പേരൻസും കുട്ടികളൊക്കെ വരുന്നത് കാരണം അത്രമാത്രം ഒരു ക്രൗഡ് നമുക്കവിടെ അനുഭവപ്പെട്ടു. എന്തായാലും നല്ല രീതിയിൽ അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മനോഹരമായ ഒരു ഹാളാണ് ഈ അൽ നജ്മ ക്ലബിൻ്റെ ഇൻഡോർ ഹാളെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഇരിപ്പിടങ്ങളിലൊക്കെ ഇരിപ്പായി. കുട്ടികളെല്ലാം അവരുടേതായ കൗണ്ടറുകളിലൊക്കെ പോയി രജിസ്ട്രേഷൻ കഴിഞ്ഞു. അടുത്ത ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ MC അനൗൺസ് ചെയ്യുകയുണ്ടായി. ആദ്യം അവർ ഈ ഒരു കോച്ചുമാരെയും റെഫറിമാരെയും, അതായത് ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കോച്ചുമാർക്കും റെഫറിമാരെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിലേക്ക് എല്ലാ ബ്രാഞ്ചുകളിലെ റെഫറിമാരെയും അതുപോലെ തന്നെ കോച്ചുമാരെയൊക്കെ അവർ ആ സ്റ്റേജിലേക്ക്, ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിൽ വെച്ചിട്ടാണ് ഈ റെഫറിമാരെയൊക്കെ അല്ലെങ്കിൽ ഈ കോച്ചുമാരെയൊക്കെ അവർ ആദരിക്കുന്നത്. അവരെ ആദരിക്കുന്നതോടൊപ്പം അവർക്ക് മൊമെൻ്റോയും അവർക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ നീ കുട്ടികളെ ആദരിക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളെ അവാർഡ് കൊടുക്കുന്നതും മൊമെൻ്റോ കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. എല്ലാ ബ്രാഞ്ചിലെയും കോച്ചുമാർക്കും അതുപോലെ തന്നെ റെഫറിമാർക്കൊക്കെ സർട്ടിഫിക്കറ്റും മൊമെൻ്റൊക്കെ കൊടുത്തതിന് ശേഷം കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്ന ആ ചടങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ ബ്രാഞ്ചിലെ കുട്ടികളെയും ഏജ് അനുസരിച്ച് അവർ താഴേക്ക് പിടിക്കുകയും ആ കുട്ടികൾക്ക് അവാർഡും അതുപോലെ തന്നെ മെഡലും ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമ്മലസം ബ്രാഞ്ചിലെയും റിഫ ബ്രാഞ്ചിലെയും ഊറ ബ്രാഞ്ചിലെയും ജുഫേർ ബ്രാഞ്ചിലെയും കുട്ടികളെല്ലാം ഓരോ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ഏജ് അനുസരിച്ചും ഓരോ കളർ കോഡായിട്ടാണ് അവർ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കളർ കോഡ് അനുസരിച്ചിട്ട് അവർ ഓരോ ബ്രാഞ്ചിലെയും കുട്ടികളെ താഴേക്ക് വിളിക്കുകയും അവർക്ക് ഓരോ അവാർഡും സർട്ടിഫിക്കറ്റും ഓരോ മൊമെൻ്റെയും കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ നല്ല പ്ലെയേഴ്സിന് മാൻ ഓഫ് ദ മാച്ച് അവാർഡുകളൊക്കെ കൊടുക്കുകയുണ്ടായി.
പിന്നെ ജയിച്ച ഒരു ടീമിന് ഊറ ബ്രാഞ്ചിലെ ടീമുകൾക്ക് വലിയ മെഡലും അതുപോലെ തന്നെ ട്രോഫിയൊക്കെ കൊടുക്കുന്ന ഒരു സമ്മാനദാന ചടങ്ങ് നമുക്ക് കാണാൻ പറ്റി. എന്തായാലും കുട്ടികളും പേരൻസിനൊക്കെ ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ അത് അവർ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഈ സൈറോ ഫുട്ബോൾ അക്കാദമി നടത്തുന്ന ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഒരു അവാർഡ് സെറമണിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ഇത് കോപ്പോ സൈറോ എന്ന് പറയുന്ന സൈറോ അക്കാദമിയിലെ എല്ലാ ബ്രാഞ്ചുകളും തമ്മിൽ നടത്തിയ ഒരു ഇൻറ്റേർണൽ ഫ്രണ്ട്ഷിപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ അവാർഡ് സെറമണിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും അവർ ഫ്യൂച്ചറിലൊക്കെ ഇതുപോലുള്ള കോപ്പോ സൈറോ മത്സരങ്ങൾ നടത്തുകയും ഇതുപോലുള്ള അവാർഡ് സെറമണികളൊക്കെ നടത്തുകയും ചെയ്യുമെന്നാണ് പിന്നെ മെസ്സേജിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഒരു നല്ലൊരു ഇവൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ കോപ്പോ സൈറോ അവാർഡ് സെറമണി എന്നാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ അല്ലെങ്കിൽ ഒരു നെയിം തന്നെ അവർ കൊടുത്തത്. എന്തായാലും നല്ലൊരു മത്സരമായിരുന്നു. അതുപോലെ തന്നെ പേരൻസിനൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഗെയിംസും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഈ പ്രോഗ്രാം നടന്നത് ജുഫൈറിലുള്ള അൽ നജ്മ ക്ലബിൻ്റെ ഇൻഡോർ ഹാളിൽ വെച്ചിട്ടായിരുന്നു. എന്തായാലും മനോഹരമായ ഒരു പ്രോഗ്രാമായിരുന്നു. ഒരുപാട് കളർഫുള്ളായിരുന്നു. കാര്യം എല്ലാ ബ്രാഞ്ചിലെയും കുട്ടികൾക്ക് ഓരോ കളറിലെ ജേഴ്സിയാണ് ഇട്ടിരിക്കുന്നത് കൊണ്ട് അവരെയൊക്കെ മനോഹരമായി കാണുവാനും അവരൊക്കെ അവാർഡ് മേടിക്കുകയും മെഡലൊക്കെ മേടിക്കുന്ന ഒരു കാഴ്ച എല്ലാ പേരൻസിനും കാണുവാൻ സാധിച്ച്. എന്തായാലും മനോഹരമായ ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. ഒരു കോപ്പോ സൈറോ ഇവൻറ്റ് അവാർഡ് സെറമണി എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും മനോഹരമായ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.